നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. കവളപ്പാറയിൽ 10 പേർക്ക് കൂടി വീട് കൈമാറി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി. 2019 ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട 10 കുടുംബങ്ങൾക്കാണ് ബൈത്തുറഹ്മ പദ്ധതിയിലൂടെ മുസ്ലിം ലീഗ് തണലൊരുക്കിയത്. കവളപ്പാറ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്ന ഈ കുടുംബങ്ങൾ ഇനി പോത്തുകല്ല് പൂളപ്പാടത്തൊരുക്കിയ സ്നേഹവീടുകളിൽ അന്തിയുറങ്ങും. നിലമ്പൂർ പോത്തുകല്ലിലെ പൂളപ്പാടത്ത് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു. ലോകത്ത് അന്യമായിക്കൊണ്ടിരിക്കുന്ന ചേർത്തുപിടിക്കലിന്റെ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിനെ നയിക്കുന്നതെന്നും കവളപ്പാറ ദുരന്തത്തിന്റെ ഭീതിജനകമായ കാഴ്ച ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ദുരന്ത സ്ഥലത്തെത്തിയ മുസ്ലിം ലീഗ് നേതാക്കൾ അത് കണ്ടുപോകുകയല്ല ചെയ്തത്. ഇവിടെയുള്ളവരുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ എന്തു ചെയ്യാൻ സാധിക്കുമെന്നാണ് ചിന്തിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാനുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ലീഗെന്നും തങ്ങൾ പറഞ്ഞു. ദുരന്തത്തിൻ്റെ വ്യാപ്തി കണ്ടറിഞ്ഞിട്ടുള്ളവരാണ് ഇവിടെ എല്ലാവരും. നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും അത് മാഞ്ഞു പോയിട്ടുണ്ടാവുകയില്ല. ആ ദുരന്തം ഉണ്ടായ അന്നും പിറ്റേന്നുമൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തി. വളരെ ഭീതിജനകമായിട്ടുള്ള ആ കാഴ്ച നമുക്കാർക്കും മറക്കുവാൻ കഴിയുകയില്ല. കവളപ്പാറയിലും അതിനടുത്ത ആ പ്രദേശത്തൊക്കെ ഉണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ മുസ്ലിം ലീഗ് കണ്ടു പോവുകയല്ല ചെയ്തത്. മറിച്ച് ഇവിടെ ദുരന്തത്തിൽ ഇരയായവർക്ക് എന്ത് ചെയ്തു കൊടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് അന്ന് തൊട്ട് നമ്മൾ ചിന്തിച്ചത്. 59 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഒരുപാട് പേർക്ക് വീടും സ്വത്തും കടകളും അതെല്ലാം ആ വെള്ളപ്പൊക്കത്തിൽ ദുരന്തത്തിൽ ഇല്ലാതായി. ഭാവി എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അവിടെ തത്സമയം തന്നെ ഓടിയെത്തി ചെയ്യാവുന്നത് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ ചിരകാലമായിട്ടുള്ള അതിൻ്റെ നയവും പ്രവർത്തനങ്ങളുമൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് സംഭവങ്ങൾ സലാം സാഹിബിയുടെ അത് എടുത്തു പറയുകയുണ്ടായി. അതിന് മുമ്പ് നടന്ന വയനാട്ടിൻ്റെയും 4 കൊല്ലം മുമ്പാണല്ലോ ഇവിടെ ഉണ്ടായത്. അന്നുണ്ടായ ഈ ദുരന്തം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവിടെ പ്രവർത്തനം നിരതമായിട്ട് തന്നെ നിലകൊണ്ടു. രാജൻ ചിറയിൽ, ഗോപി കുഴിവേലിൽ, സൈദലവി പൊട്ടേങ്ങൽ, യൂസുഫ് പിച്ചൺ, മുജീബ് കണ്ണംകുളവൻ, മുസ്തഫ കല്ലിടുമ്പിൽ, ഷാജഹാൻ പെരുവാപ്പറമ്പിൽ, ഷാനവാസ് കേലം തൊടിക, സിദ്ദിഖ് കോലോത്തുപറമ്പിൽ, അലി അക്ബർ മുടിയറ, പുത്തൻപുരയിൽ എന്നിവർ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്നും വീടുകളുടെ താക്കോൽ സ്വീകരിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി തുടർ ചികിത്സാ പദ്ധതികൾക്കായി പാലക്കുന്നൻ യൂസഫിന്റെ സ്മരണയ്ക്ക് മകൻ അഷ്താഫ് സംഭാവന ചെയ്ത ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. ബൈത്തുറഹ്മ വില്ലേജ് ഒരുക്കുന്നതിന് പ്രയത്നിച്ച പൂളപ്പാടത്തെ മുസ്ലിം ലീഗ് നേതാവായിരുന്ന അന്തരിച്ച ഈ പോക്കർ സാഹിബിനെ ചടങ്ങിൽ വെച്ച് അനുസ്മരിച്ചു. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. സർക്കാർ സഹായം വൈകുന്ന സാഹചര്യത്തിലും മുസ്ലിം ലീഗിന് കാര്യക്ഷമമായി ഇടപെടാൻ സാധിക്കും. അതാണ് വയനാട്ടിൽ കാണുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ദുരന്തമുണ്ടായാൽ അവിടെ ഓടിയെത്തി വേണ്ടത് ചെയ്യുക എന്നുള്ളതാണ് പാർട്ടിയുടെ നയം. താന്നൂരിലെ ബോട്ട് അപകടം തൊട്ടാലും നമ്മൾ ഓർത്ത് നോക്കിയാൽ ഏത് ദുരന്തമായാലും സജീവമായി പാർട്ടി അവിടെ ഉണ്ടാവും. ആ ദുരന്തത്തിൻ്റെ നിമിഷങ്ങളിലും ദുരന്തത്തെ തുടർന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നാളുകളിലുമൊക്കെ ബഹുമാനപ്പെട്ട തങ്ങൾ നേതൃത്വത്തിൽ ഇപ്പോൾ ചൂരൽമലയിലൊക്കെ ഉണ്ടായ ദുരന്ത സമയത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിലുണ്ട്. ആ ക്രൈസിസ് മാനേജ് ചെയ്യാൻ അവരെ സഹായിക്കുക, അത് കഴിഞ്ഞാൽ പുനരധിവാസം ചെയ്യുക
എന്നുള്ളതാണ്. സർക്കാർ താമസിക്കുന്നിടത്ത് എളുപ്പം ചെയ്യാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ ചൂരൽമലയിലും ഒക്കെ ഉള്ള വിഷയം ഇനി അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കും. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്, ജനങ്ങളെ സഹായിക്കുന്ന രംഗത്ത് തങ്ങളിവിടെ പറഞ്ഞതുപോലെ അർഹിക്കുന്നവരെ ചേർത്ത് നിർത്തി പോവുക എന്നുള്ളതാണ് പാർട്ടിയുടെ നയം. അത് ഭൗതിക ലക്ഷ്യം മാത്രം വെച്ച് ഉള്ളതല്ല, അതിൻ്റെ പാരത്രിക വശം കൂടി വെച്ചിട്ടാണ് ഇത്തരം റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ പാർട്ടി നടത്തുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ, മുഖം നോക്കാതെ ആ പരിപാടികൾ പാർട്ടി തുടരുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. അടുത്ത് തന്നെ ഇനി വയനാട് ചൂരൽമലയിൽ മനോഹരമായ പുനരധിവാസത്തിൽ ലീഗിൻ്റെ നേതൃത്വത്തിൽ വരുന്നത് നമുക്ക് കാണാം. ബൈത്രോമ വില്ലേജ് ഉദ്ഘാടന വേദിയിൽ PV അൻവർ MLA എത്തിയിരുന്നു. മുസ്ലിം ലീഗും KMCCയും സംഘടിപ്പിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ചടങ്ങിൽ നേരത്തെയും ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ബൈത്രോമ പദ്ധതി തുടങ്ങിയ കാലം തൊട്ട് ആ വിഷയവുമായി സമീപിച്ചവർക്ക് താൻ കഴിയുന്ന സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് അൻവർ പറഞ്ഞു. പാണക്കാട് തങ്ങളും മുസ്ലിം ലീഗ് നേതൃത്വവും തീരുമാനിച്ചാൽ ഇനിയും 100 വീടുകൾ 6 മാസം കൊണ്ട് നിർമ്മിച്ചു നൽകാൻ സാധിക്കും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന്റെ പേരിൽ സർക്കാർ വൻ കൊള്ളയാണ് നടത്തുന്നത്. വീട് വയ്ക്കുന്നതിലും ഭൂമി വാങ്ങുന്നതിലും അഴിമതിയുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല നൽകാൻ പോകുന്നത്. തൊഴിലാളികളുടെ പേര് പറഞ്ഞ് പണം കൊള്ളയടിക്കുന്ന സൊസൈറ്റിയാണിത്. CPMന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സാണ് ഈ സൊസൈറ്റിയെന്നും അൻവർ പറഞ്ഞു. ആ ദുരന്തത്തിൻ്റെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചൂരൽമല വിഷയം റീസെറ്റിൽമെൻറ്റ് നടക്കാത്തതിൻ്റെ പിന്നിൽ ഒട്ടനവധി അഴിമതികളുണ്ട്. ബഹുമാനപ്പെട്ട ലീഗ് ലീഡർഷിപ്പ് സർക്കാർ കൊണ്ടുവരുന്ന ആ പദ്ധതി എന്ന് പറയുന്നത് കൊള്ളയടിക്കാൻ പോവാണ്. സർക്കാർ പറയുന്ന 1000 വീടുകളാണ്. ആ 1000 വീടുകൾ നിർമ്മിക്കാൻ 750 കോടി രൂപക്ക് ULCCക്ക് കരാറ് ഇവർ MOU ചെയ്തു എന്നാണ് പത്രത്തിൽ വന്നത്. 1000 വീടിന് നിങ്ങൾ മനസ്സിലാക്കണം, 1000 സ്ക്വയർ ഫീറ്റാണ്. 2000 കൂട്ടിയാൽ 20 ലക്ഷമാണ് ഒരു വീടിന്. 1000 വീടിന് എന്ന് പറഞ്ഞാൽ 200 കോടി രൂപ. പിന്നെ ബാക്കിയുള്ള 550 കോടി എന്തിനാ എന്നുള്ളത് ആലോചിക്കണം. അവിടെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കും. എന്താണ്? കുറച്ച് റോഡ് ഉണ്ടാക്കും, കുറച്ച് സൗകര്യങ്ങളുണ്ടാക്കും, ഒരു ചെറിയ ആശുപത്രിയുണ്ട്, ഒരു സ്കൂളുണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടി 550 കോടി രൂപ എങ്ങനെയാണത് ചെലവഴിക്കുക? ഗൗരവമായിട്ട് മുസ്ലിം ലീഗ് നേതൃത്വം ആലോചിക്കുന്നതാണ്. 75 ലക്ഷം രൂപ ഒന്ന് ഒരു വീടിന് നിങ്ങൾ മനസ്സിലാക്കണം. 750 കോടി ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുന്നത് ഒരു വീടിന് 75 ലക്ഷമാണ്. അപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി നമുക്കറിയാം. ഞാനത് പറയുന്നില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും പറയുന്നത്. കേരളത്തിലെ പൊതുമുതൽ ഒരു കൊള്ള സംഘമായി എന്താ പറയുക പ്രവർത്തിച്ചുകൊണ്ട്. പേരെന്താ? തൊഴിലാളി സംഘടന, തൊഴിലാളി സംവിധാനം, സൊസൈറ്റിയാണ്. കുറച്ച് തൊഴിലാളികളുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു ഡിവിഡൻഡ് കൊല്ലത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ പൊതുവായിട്ടുള്ള നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ഇപ്പോൾ കൊമ്പൻ ശംസൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു ആവറേജ് ഉണ്ടായിരുന്ന എല്ലാ കോൺട്രാക്ടർമാരും ഇവിടെ തകർന്ന് തരിപ്പണായി പട്ടിണിയായി. അവർ മാത്രമല്ല, അവരെ കൂടുതലെ മനുഷ്യർ, അവരുടെ ജോലിക്കാർ. മുമ്പ് 5 കോടിയിൻ്റെ മേലെ ടെൻഡർ എടുത്തിരുന്ന ഇവർ 50 ലക്ഷത്തിന് പഞ്ചായത്തിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഈ പണം മുഴുവൻ ഉപയോഗിക്കുന്ന എന്തിനാണ്? ഈ പറയുന്ന ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ CPMന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് അതാണ്. നമ്മളെ പണം വാങ്ങി നമ്മളെ തന്നെ കൂടെ നിർത്തിയിട്ട് ആ പണം ഉപയോഗിച്ചിട്ട് ഇവിടെ രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങന്മാർ, ബഹുമാനപ്പെട്ട കുഞ്ഞാടി സാഹിബ്, ആ വിഷയം നിങ്ങളിപ്പോൾ അടിയന്തരമായി ലീഗിന് ഇപ്പോൾ ഈ 10 വീടുണ്ടാക്കാൻ ഇപ്പം എന്താ മുടക്ക്? 100 വീടുണ്ടാക്കാൻ നാളെ തീരുമാനിച്ചാൽ ലീഗിന് ഇന്ന് തീരുമാനിച്ച 6 മാസം കൊണ്ട് തീർക്കാൻ കഴിയുമല്ലോ. എന്തിനീ കാത്തിരിക്കണം? ആളുകൾ പ്രശ്നങ്ങളിലാണ്. വാടക കൊടുക്കാൻ സർക്കാർ പൈസ കൊടുക്കുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല. 19 കിഡ്നി രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. PV അബ്ദുൽ വഹാബ് MP, P അബ്ദുൽ ഹമീദ് MLA, UA ലത്തീഫ് MLA, സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം, സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുറഹ്മാൻ രണ്ടത്താണി, CP ചെറിയ മുഹമ്മദ്, DCC പ്രസിഡന്റ് VS ജോയി, KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്, തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവർ, ഇസ്മായിൽ മുത്തേടം, VM ഉമ്മർ, TP അഷ്റഫ് അലി, അഷ്റഫ് കോക്കൂർ, സുഹറ മമ്പാട്, ജയന്തി രാജൻ, CH ഇക്ബാൽ, തുരുത്തൽ രാജു, MA ജോസ്, KT കുഞ്ഞാൻ, റഷീദ് എളമ്പിലാശ്ശേരി, സലൂബ് ജലീൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.